ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും യൂസ്ഫുള്ളും പവർഫുള്ളും ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് അവരുടെ എൻഡോമെട്രിയം ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും യൂട്രസ് നല്ല ഹെൽത്തി ആയിരിക്കുന്നതിനും അണ്ടാശയം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനും അതുപോലെ വജൈനയും അങ്ങനെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആകുന്നതിനും പുരുഷന് ബീജത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ച് വന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഫോളോ ചെയ്ത ടിപ്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. എടുക്കുന്ന ഭക്ഷണങ്ങളിൽ ശ്രദ്ധിച്ചും ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്തിട്ടുമാണ് മെജോറിറ്റി ആളുകളും കൺസീവ് ആയത് കേട്ടോ. ഈ ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല. നിങ്ങൾ ഡോക്ടർ തരുന്ന മെഡിസിൻസിനോടൊപ്പം അത് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ളതാണെങ്കിലും ഹോർമോൺ മെഡിസിൻസ് ആണെങ്കിലും അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഹോം റെമഡീസും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി കൺസീവ് ആകുന്നതിന് വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് നോക്കുക. അതിൽ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അത് നിങ്ങളും ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെടുത്ത് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് മുതിരയെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒരു തവണ മുതിര കഴിച്ചിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും കൂടുതൽ കുതിരയ്ക്ക് കൊടുക്കുന്ന ഒന്നാണ് മുതിര എന്നാണ് പറയുന്നത്. പക്ഷേ കുതിരയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റുകളോടൊപ്പം തന്നെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ബെനഫിറ്റ് തരുന്ന ഒന്നാണ് ഈ മുതിര അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അത് എന്തൊക്കെ ബെനഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുതിര എടുക്കുമ്പോൾ സഹായിക്കുന്നുണ്ട്. ഒബിസിറ്റി ഉള്ള ആളുകൾക്കും PCOD ഉള്ള ആളുകൾക്കും ഷുഗർ ലെവലിൽ ഇംബാലൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഷുഗർ ലെവൽ കൂടി പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ എഫക്ട് ചെയ്യും. ഓവുലേഷൻ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും, മെൻസ്ട്രേഷനെ എഫക്ട് ചെയ്യും. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. മെജോറിറ്റി ഒന്നും അല്ല കേട്ടോ, എന്നാലും ചെറിയ രീതിക്ക് അത് കുഞ്ഞിനെയും അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഷുഗർ ലെവലൊക്കെ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. PCOD ഉള്ള ആളുകൾക്ക് ഈ ഒരു ഷുഗർ ലെവലിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് നല്ല കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് മാനേജ്മെന്റിനും ഷുഗർ ലെവലിൽ കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടുതലായിട്ടും പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇതെപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫുള്ളായിട്ട് തന്നെ തോന്നും, ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ തോന്നും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കുള്ള ഭക്ഷണം കഴിക്കലൊക്കെ അത് അൺഹെൽത്തി ഫുഡ് ആണെങ്കിൽ അതെടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. വെയിറ്റ് നമ്മുടെ പ്രഗ്നന്റ് ആകാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഒരുപാട് വണ്ണം കൂടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂസ് കൂടുതലായിട്ട് നമ്മുടെ തൊടയുടെ ഭാഗത്തോ നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്തോ കൂടുതൽ ഫാറ്റ് ടിഷ്യൂസ്, അതായത് നമ്മളിപ്പോൾ വയറൊന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തുളുമ്പും, അങ്ങനെ രീതിക്ക് നമുക്ക് ഫാറ്റ് അടിഞ്ഞ് കൂടുന്നുണ്ടെങ്കിൽ അത് ഓവുലേഷനെ എഫക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഉപയോഗിക്കാനും വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതിൻ്റെ ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ബോൺസിന്റെ ഹെൽത്ത് കൃത്യമായിട്ടത് വെക്കുന്നു. നമുക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ബോൺസിൽ നമുക്ക് വേദന, ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. പലർക്കും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നടുവേദനയൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വേദന നമുക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ മുട്ടിന് വേദന, ഷോൾഡർ പെയിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യവും അതുപോലെ മറ്റു മിനറൽസ് ആയിട്ടുള്ള മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ ബോൺസ് നല്ല സ്ട്രോങ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനേക്കാളും യൂസ്ഫുൾ ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഈ റെമഡീസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് കേട്ടോ.
അടുത്തത് നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കി വെക്കുന്നു. നമുക്ക് ഏജിങ് എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 50 വയസ്സുണ്ടെങ്കിലും കാഴ്ചയിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ 30 തോന്നുള്ളൂ. അങ്ങനെയുള്ള രീതിക്ക് അവരുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഗുണങ്ങൾ കിട്ടുന്നത്. അടുത്തത് നമ്മുടെ ലിവർ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള ആന്റി ഓക്സിഡൻസും അതുപോലെ ഫൈറ്റോ കെമിക്കൽസും നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മളിൽ ഡൈജഷൻ കൃത്യമായിട്ട്, ദഹനം കൃത്യമായിട്ട് നടക്കണം. കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ ഭക്ഷണം ദഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും, നമുക്ക് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. അത് ഡയറക്ട്ലി അല്ലെങ്കിൽ കൂടി തന്നെ ഇൻഡയറക്ട്ലി നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനായിട്ട് നല്ല പ്രഷർ കൊടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പോയിട്ട് വന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ കുടലിന്റെ ആരോഗ്യം ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് കിഡ്നിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. കിഡ്നിയിൽ എന്തെങ്കിലും സ്റ്റോൺ ഉള്ളവർക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യുന്നതിനും പ്രിവെന്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. ഇതിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഫൈബറും വിറ്റമിൻസും മിനറൽസും ഒക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം നമുക്ക് പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കാരണം എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഹോഴ്സ് ഗ്രാമിനെ പറ്റി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റിൽ കണ്ടുപിടിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ലെൻറ്റിൽ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈ ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്ലാനറ്റിൽ കണ്ടുപിടിച്ചത് വെച്ചിട്ട്. അപ്പോൾ അതിന്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം, അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് ഓവറോൾ നമ്മുടെ ഫെർട്ടിലിറ്റിക്കും കൂടി വേണ്ടിയിട്ടാണ്. ആന്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിലാണ് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ എഗ്ഗിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സഹായിക്കുള്ളൂ. ആ ഒരു ഗുണവും ഒക്കെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് എഗ് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ശരീരത്തിൽ എത്തുന്നത് ഈ ഒരു ആന്റി ഓക്സിഡൻസിൽ നിന്നാണ്. അത് കൊടുക്കുന്നതിന് ശരീരത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ വഴി പ്രൊട്ടക്ഷൻ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒപ്പം മെൻസ്ട്രൽ ഇഷ്യൂസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ അയേണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഓരോ മാസവും മെൻസ്ട്രേഷൻ വന്നു പോകുമ്പോഴേക്കും ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ലോസ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ പുതിയതായിട്ട് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യും. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ അഫക്റ്റ് ചെയ്യും, മെൻസ്ട്രേഷൻ ബ്ലീഡിങ് കുറയും, പിന്നെ അടുത്ത മാസങ്ങളിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെൻസ്ട്രേഷൻ നമ്മൾ കറക്റ്റായിട്ട് പോകുന്ന എല്ലാ സ്ത്രീകളും തന്നെ അയേണിന്റെ കാര്യങ്ങൾ ശരീരത്തിൽ എത്തിക്കാനായിട്ട് നോക്കണം. അത് ഈ ഒരു ഹോഴ്സ് ഗ്രാമിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മെൻസ്ട്രൽ ഇഷ്യൂസ് ഒക്കെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം അനീമിയ ഉണ്ടാവുന്നതിനുള്ള ചാൻസ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കാണ്. ചില ആളുകൾക്ക് ഏത് സമയത്താണെങ്കിലും വൈറ്റ് ഡിസ്ചാർജ് നല്ലോണം ഉണ്ടാകും. അസ്ഥിയുരുക്കം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു അസ്ഥിയുരുക്കം എന്ന് വിളിക്കാവോ എന്നറിയില്ല. കാരണം ആ ഒരു ടേമിലല്ല ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും ഇതിനെ പറയാറ്. പക്ഷേ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് പോകുന്ന കണ്ടീഷനുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോഴ്സ് ഗ്രാം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫ്രീ റാഡിക്കൽസിൽ നിന്നും എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഫ്രീ റാഡിക്കൽസ് അഫക്ട് ചെയ്യുന്ന സമയത്താണ് എഗ്ഗിന്റെ ഗ്രോത്തിനെ അത് അഫക്ട് ചെയ്യുന്നതും അതുപോലെ ഫെർട്ടിലൈസ്ഡ് ആവാനായിട്ടുള്ള കപ്പാസിറ്റി അത് അഫക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ പോളിഫിനോൾസ് അതുപോലെ ഫ്ലവനോയിഡ്സ് അങ്ങനെയുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹാർംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിൽ നിന്ന് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ സെൽസിനെ, എഗ്ഗിനെ മാത്രമല്ല ഓവറോൾ ശരീരത്തിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ അയേൺ മൂലം ഇൻക്രീസ് ആകുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് യൂട്രസിനെ ആ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആയിട്ടും അത് തിക്കണായിട്ട് അവിടെ നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിൽ കൊടുക്കുന്നതിനും ഈ എല്ലാ ആന്റി ഓക്സിഡൻസും പ്രോട്ടീനും വിറ്റമിൻസും ഒക്കെ ഒരു ബെനിഫിറ്റ് ശരീരത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടും ഓവറോൾ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പുരുഷൻ എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിൽ കാൽസ്യം, ഫോസ്ഫറസ്, അയേണും അമ്നോ ആസിഡും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്പേമിന്റെ കൗണ്ട് ബൂസ്റ്റ് ചെയ്യുന്നതിനും ബ്ലഡ് ഫ്ലോ ജെനിറ്റൽ പാർട്സിലോട്ട് കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്പേം സെൽസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ.
ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കടന്നു വേണം ഇതിന് ആ സ്പേം സെൽസിനെ ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പവർ ഇതിനുണ്ടെങ്കിൽ മാത്രമേ അതിനെല്ലാത്തിനും തരണം ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അത്രയും ക്വാളിറ്റിക്ക് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ലോ മോട്ടിലിറ്റി ഉള്ളവർക്കും അതുപോലെ മോർഫോളജി ഇഷ്യൂസ് ഉള്ളവർക്കും അതിന്റെ ബോഡി സ്ട്രക്ചറൊക്കെ കൃത്യമായിട്ട് വരാത്തവരുണ്ടാവുമല്ലോ, ഹെഡും ബോഡിയും ടെയിലും ഒക്കെ കൃത്യമായിട്ട് വരാത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി ഹസ്ബൻഡിന്റെ സ്പെർമിന് യാതൊരു തരത്തിലുള്ള ഒരു ക്വാളിറ്റി കുറവോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ഹസ്ബൻഡിന് കൊടുക്കാവുന്നതാണ്. രണ്ടുപേരുടെയും ഓവറോൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇനിയിപ്പോൾ ഓവുലേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നവരുണ്ടാകും. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉള്ളവരുണ്ടാകും. അതായത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എഗ് ഗ്രോ ആവുന്നുണ്ട്, ഹസ്ബൻഡിന്റെ സ്പേമിന് ക്വാളിറ്റി കുറവ് ഒന്നും തന്നെ ഇല്ല, പക്ഷേ പ്രഗ്നന്റ് ആകുന്നില്ല ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇതുപോലെ നാച്ചുറലി ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇനി ഇതെങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഹോഴ്സ് ഗ്രാം എല്ലാവരും ചിലപ്പോൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നവരായിരിക്കും. നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാം വെച്ചിട്ട് പായസം ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഹോഴ്സ് ഗ്രാം റെസിപ്പീസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഓൾറെഡി ബോഡിയിൽ ഹീറ്റ് ഉള്ളവരുണ്ടാകും. അതായത് നമ്മുടെ ശരീരത്തിലൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പനിയുള്ള പോലുള്ള ടെമ്പറേച്ചർ ഉള്ളവരുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ ഉള്ളിലൊരു ചൂടുള്ള ശരീരപ്രകൃതിയാണ് എൻ്റെ എന്ന് തോന്നുന്ന ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ബോഡി ടെമ്പറേച്ചർ നമുക്കൊന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കണമെന്നില്ല ഒരുപാട് ബോഡി ടെമ്പറേച്ചർ ഉള്ളവർ കേട്ടോ. അവർക്ക് വേറെ ഏതെങ്കിലും ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കുറഞ്ഞ രീതിക്ക് ബോഡി ടെമ്പറേച്ചർ ഒന്നും കൂട്ടാതെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ മാത്രം നമ്മൾ എടുക്കുക. ഒരുപാട് ഗുണമുണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങനെ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു തവണയൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറഞ്ഞ അളവിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. കൂടുതലായി പോയി കഴിഞ്ഞാൽ എന്തായാലും അമൃത് വിഷമാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവുലേഷൻ സമയം വരെ മാത്രം ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓവുലേഷന് ശേഷം ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ബോഡി ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് ആവശ്യമല്ല. അതുകൊണ്ട് ഓവുലേഷൻ വരെ ഉപയോഗിച്ചാൽ എല്ലാ ബെനിഫിറ്റും ഫെർട്ടിലൈസേഷനും കൂടി വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ശരീരത്തിലോട്ട് കിട്ടുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.